പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വ്യത്യസ്തമായ പാട്ടായിരുന്നു, കണ്ടിരിക്കാം. കുഴപ്പമില്ല. മൂവി അടിപൊളിയായിരുന്നു. പ്രൗഡ് തോന്നി. പിന്നെ എങ്ങനെയുണ്ടായി എൻ്റെ അഭിനയം? നിങ്ങൾ വേണ്ട, ഞാനല്ലല്ലോ. അല്ലല്ല, ഇതിനു മുമ്പ് കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ entirely this is a different genre, so the coming of age പിന്നെ family drama എല്ലാം ഫ്രണ്ട്സിൻ്റെ ഡ്രാമാസ് ഒക്കെ ഉണ്ടല്ലോ. It was good. Altogether it was good, very good. അല്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പം ഇങ്ങനെ കട്ട്സ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്തത്. അപ്പോൾ എല്ലാം ഞാൻ ഇപ്പോഴാണ് പടം കാണുന്നത്. സോ ഇപ്പോൾ അൽറ്റുഗെദർ ആ പീരിയഡും എല്ലാം വരുമ്പോൾ ഇറ്റ് വാസ് ലുക്കിംഗ് വെരി ഗുഡ്. എല്ലാ ഇമോഷൻസും എല്ലാം ഒരു ചിരിയുണ്ട്, അങ്ങനെ എല്ലാം കൂടി ഒരു കൂട്ടിക്കളയുന്ന ഒരു സിനിമ. പെർഫോമൻസ് എല്ലാവരും ദേവിൻ്റെ ഒരു കംബാക്ക് മൂവിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സൂഫിയും സുജാതയിലും കണ്ടതിനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് നമുക്ക് ദേവിനെ ഇതിൽ കാണുന്നത്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സംഗീത മാം ആണെങ്കിലും രഞ്ജി പണിക്ക് എല്ലാവരും നല്ലതായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഫീൽ ഗുഡ് കമ്മിങ് ഓഫ് ഏജ് കൈൻഡ് ഓഫ് മൂവിയാണ്. അപ്പോൾ എനിക്കൊന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. നല്ല സോങ്സ് ഒക്കെ ഉണ്ട്, നൈസ് വിഷ്വൽസ്. അപ്പോൾ ഇതിലൊരു സ്മോൾ പാർട്ടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. നന്നായിരുന്നു, ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നി? അത് കേൾക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല നിങ്ങൾ പറയാം, എല്ലാവരും ആളുകൾ കാണട്ടെ. സാറിന്റെ വേറൊരു, അതായത് ഇതുവരെ കാണാത്തൊരു വേറൊരു വേർഷൻ. അതെ. സൂഫി സുജാതയിലൊക്കെ ആ ഒരു റൊമാൻസിലൊക്കെ പ്രതീക്ഷിച്ചിട്ട് അത് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടൊരു വെർഷനാണ്. സോ എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഉണ്ടാവട്ടെ. തിയേറ്ററിൽ ഒന്ന് പടം കാണട്ടെ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും. താങ്ക് യു. മലയാളം അറിയത്തില്ല. മലയാളം പടമല്ലേ? അല്ല, എങ്ങനെയുണ്ടായിരുന്നു റഷീദ് കണ്ടപ്പോൾ? ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു ലൈറ്റ് എന്റർടൈൻമെന്റ് സോണിലായിരുന്നു. അവസാനം ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള സമയം. കണക്ട് ചെയ്യണ്ടേ കുറച്ചൊക്കെ. I loved it totally. Arjun was really good. Too good. പുതിയ ആളെന്ന് തോന്നുന്നില്ല. എങ്ങനെയായിരുന്നു റഷീദ് കണ്ടപ്പോൾ? ഞാൻ ഇങ്ങനത്തെ ഒരു പടം ചെയ്തിട്ടില്ലേ, സീരിയസ് പടം. ഈ അവസാന ക്ലൈമാക്സിൽ രംഗത്തിലേക്ക് വരുന്ന ഒരു സംഭവങ്ങളൊക്കെ അതൊരു കമ്മിങ് ഓഫ് ഏജ് ആണല്ലോ. ഒരു ഏജിൽ ഒരു ആഫ്റ്റർ 10 years ആയിട്ടുള്ള ഒരു സാധനത്തിലാണ് അങ്ങനെ അച്ഛനെ ഫോളോ ചെയ്യുന്ന മോഹൻലാൽ. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ത്രോട്ടാണ് ഇട്ടോണ്ടിരിക്കുന്നത്. മേ ബി ഞങ്ങളൊരു അതിക്രമമായിട്ട് വരും, പരാക്രമം കഴിഞ്ഞിട്ട്. ലാസ്റ്റ് എടുത്തൊരു സീൻ കാണുമ്പോൾ സെക്കൻഡിലേക്ക് ഒരു ഓട്ടമാണെന്ന് മേ ബി അത് അർജുൻ പ്ലാൻ ചെയ്യട്ടെ. എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു.